ഹലോ ഗായ്സ്, ഇന്ന് നല്ല നാടൻ 4 മണി പലഹാരമായിട്ടാണ് വന്നിട്ടുള്ളത്. മസാല ബോണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. കടയിലൊക്കെ കാണുമ്പോൾ നമുക്ക് മസാല ബോണ്ട കഴിക്കാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ വീട്ടിൽ തന്നെ കാണുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം മതി മസാല ബോണ്ട ഉണ്ടാക്കാൻ. വേറെ എക്സ്ട്രാ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കേണ്ട ഒരാവശ്യമില്ല. എന്തൊക്കെയാണോ കിച്ചണിലുള്ളത് അത്രയും സാധനങ്ങൾ മാത്രം മതി ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ടേസ്റ്റ് ആണെങ്കിൽ സൂപ്പറായിരിക്കും. ഇനി ഈ മസാല ബോണ്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ മസാലക്ക് ആവശ്യമായിട്ടുള്ള പൊട്ടറ്റോ ആണ് വേണ്ടത്. അത് വേവിച്ചിട്ട് തൊലി കളഞ്ഞിട്ട് വെക്കുക. പിന്നെ വേണ്ടത് അതിനാവശ്യമായിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഇഞ്ചി. ഇത്ര ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ മസാല തയ്യാറാക്കാം. ഈ പറഞ്ഞ ഇത്രയും സാധനങ്ങൾ നമുക്ക് നല്ലവണ്ണം ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പാന് വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവ, കുറച്ച് മാത്രം മതി. അതൊരു നമുക്കൊരു ചെറിയൊരു സ്മെല്ല്, ആ ഒരു മസാലക്കൊരു കുറച്ചൊരു നല്ലൊരു സ്മെല്ലും പിന്നെ ഫ്ലേവറും കിട്ടും, ഒരു ചെറിയൊരു ഫ്ലേവറും കിട്ടും. കടുകും കുറച്ച് മാത്രം ഉലുവയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ചേർക്കേണ്ടത് ചെറിയ ജീരകമാണ്. അതും ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. പിന്നീട് നമ്മൾ നല്ലവണ്ണം കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ കൂടി അതിലേക്ക് ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴച്ചിയെടുക്കാം. കറിവേപ്പില ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാതെ ഒന്ന് അരിഞ്ഞു കൊടുത്തിട്ട് അത് ചെറിയ പൊടിയാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഇവിടെ ഞാനൊരു 6-7 ചെറിയ മീഡിയം സൈസുള്ള പൊട്ടറ്റോ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിന് കണക്കാക്കി ഞാനൊരു മീഡിയം സൈസ് വലുപ്പമുള്ള 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതാണ് ഞാൻ എടുത്തിട്ടുള്ള കണക്ക്. അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്തി കൊടുത്താൽ മതി. അടുത്തത് ഉള്ളി ഒന്ന് വാടിയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്, ഫസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വലിയ ജീരകം പൊടിച്ചത്, അത് ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ടേസ്റ്റിനനുസരിച്ചിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൊടി, കുറച്ചും വേണമെങ്കിൽ കുരുമുളക് പൊടി, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികൾ മീൻസ് ഇറച്ചി മസാല പൊടി വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാൻ ആകെ ഇപ്പോൾ ചേർത്തത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൊടി, ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ടൈമിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിലേക്കും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ്. പൊട്ടറ്റോ വേവിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ആ ഒരു തൊലിയോട് കൂടി നമ്മൾ വേവിച്ചെടുക്കൂലേ, ആ സമയത്ത് കുറച്ച് കല്ലുപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ബാക്കി ഉപ്പ് നോക്കിയിട്ട് മസാല തയ്യാറാക്കുമ്പോൾ ഇട്ട് കൊടുക്കണം. ഇനി നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഉടച്ചു കൊടുക്കണം. നല്ല സ്മൂത്തി ആവരുത്, അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്ന തരത്തിലായിരിക്കണം. നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള തരത്തിലാണ് ഇത് ഉടച്ചു കൊടുക്കേണ്ടത്. എല്ലാം ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാ മസാലകളും കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഉപ്പ് കറക്റ്റ് നോക്കി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം എല്ലാം കൂടെ മിക്സാക്കി ലാസ്റ്റ് കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലി ഇല കൂടെ ഇതിൻ്റെ അകത്ത് ചേർത്ത് ഒന്നുകൂടെ മിക്സാക്കി എടുത്താൽ നമ്മുടെ മസാല ബോണ്ടയുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് കൂട്ടാണ്. ഈ ഒരു മസാല ഈ ഡിപ്പ് ചെയ്യാൻ പാകത്തിനുള്ള കൂട്ടാണ് ഉണ്ടാക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പൊട്ടറ്റോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ മസാലയും പൊട്ടറ്റോയും കൂടെ നല്ല പൊട്ടറ്റോയിൽ ആ മസാലയുടെ ഫ്ലേവർ കിട്ടുന്നത് തരത്തിൽ ഒന്ന് മിക്സാക്കി കൊടുക്കണം. കുറച്ച് ടൈം കൂടെ ഒരു 2 മിനിറ്റോളം ആ മല്ലിയില ഇട്ടതിന് ശേഷം ആ ചൂട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടിയിൽ പിടിക്കാതെ നല്ലവണ്ണം മിക്സാക്കി ആ ഫ്ലേവർ കിട്ടുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ശേഷം നമുക്ക് കുറച്ചൊന്ന് ചൂട് മാറിയതിന് ശേഷം ഉരുട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ആ ടൈമിൽ നമുക്കിതിൻ്റെ കൂട്ട് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കടലമാവ്, മൈദപ്പൊടി, പിന്നെ അരിപ്പൊടി, ഇത്രയും ആണ് കൂട്ടിന് മെയിനായിട്ട് വേണ്ടത്. കടലമാവ് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചിട്ടായിരിക്കണം മൈദ എടുക്കേണ്ടത്. അതിലും കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചിട്ടായിരിക്കണം അരിപ്പൊടി എടുക്കേണ്ടത്. അത്രയാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഒരു കൂട്ട് അങ്ങനെയുള്ള ഒരു തോതിലായിരിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ കുറച്ച് കായപ്പൊടി, പിന്നെ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ കൂടെ ബേക്കിംഗ് പൗഡറും സോഡാപ്പൊടി
ബേക്കിംഗ് പൗഡറല്ല സോഡാപ്പൊടി കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് പൊടികൾ തമ്മിൽ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് എല്ലാ പൊടികളും മിക്സാക്കി എടുക്കുക. അല്ലെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ മിക്സാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് മിക്സാക്കി എടുത്ത് നമുക്ക് വേണ്ടത് ആ ഒരു ബോണ്ട ഡിപ്പ് ഇതിൽ മുക്കിയെടുക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ലൂസായിട്ട് പോകരുത്, എന്നാലിട്ട് കട്ടിയായി പോവുകയും ചെയ്യരുത്. ആ ഒരു തരത്തിലായിരിക്കണം ഈ ഒരു കൂട്ടുണ്ടായിരിക്കേണ്ടത്. കൂട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അതിൽ ഉപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ബാലൻസ്ഡ് ആണോ എന്നുള്ള ചെക്ക് ചെയ്യണം. ഞാനിവിടെ പൊട്ടറ്റോ എല്ലാം നമ്മൾ മസാല ഉണ്ടാക്കിയതെല്ലാം ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നേരെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. എണ്ണ കറക്റ്റ് ടെമ്പറേച്ചർ ആണോ എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ബാറ്ററിൻ്റെ എന്തെങ്കിലും ഒരു കുറച്ചൊരു തുള്ളി അതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുരിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള ടൈം ആയെന്നാണ്. അപ്പോൾ ആ ബോൾ എടുക്കുക, ആ മാവിൽ മുക്കുക, എന്നതിന് ശേഷം ഇതിലേക്ക് ഇടുക. അത് നമുക്ക് ഒന്നുകിൽ കൈവച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്പൂണ് വെച്ചിട്ട് ആ ബോള് അതിലിട്ട് ആ സ്പൂൺ കൊണ്ട് തന്നെ കോരിയെടുത്തിട്ട് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഫൈനലി നമ്മുടെ മസാല ബോണ്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല നാടൻ ചായക്കടയിലുള്ള നല്ല നാടൻ ടൈപ്പായിട്ടുള്ള ടേസ്റ്റിലുള്ള മസാല ബോണ്ടയാണ്. അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു ബോണ്ട നമുക്ക് വേണമെങ്കിൽ ആ പാവ് ബ്രെഡ് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ട് കഴിക്കാനും സാൻഡ്വിച്ച് പോലെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ പാവിൽ ആ ഒരു പുതിന ചട്നിയും ആ പുളി സ്വീറ്റ് ചട്നിയൊക്കെ കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു സാൻഡ്വിച്ച് ടൈപ്പിൽ ഉണ്ടാക്കില്ലേ, ആ ടൈപ്പ് പോലെ തന്നെ ഈ ഒരു ബോണ്ട അതിൽ സ്റ്റഫ് ചെയ്തിട്ട് കഴിക്കാനും സൂപ്പറാണ്. ഇഷ്ടമായെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.